നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, അടിക്കടി അനർത്ഥങ്ങളുണ്ടായാൽ നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ ചിലപ്പം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കൈ തീ പിടിക്കുക, അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പം എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുക, വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ പാമ്പ് കയറി വരിക, അതുപോലെ വീട്ടിൽ സാധനങ്ങൾ മോഷണം പോവുക, വീട്ടിൽ കാര്യമില്ലാത്ത കാര്യത്തിനെ പറ്റി കലഹത ഉണ്ടാവുക, ദാരിദ്ര്യം, ഇങ്ങനെയൊക്കെയുള്ള പല അനർത്ഥങ്ങളും നമ്മുടെ ഭവനത്തിൽ വന്നു ചേരുമ്പോൾ ഒരു കാരണവശാലും നമ്മളത് വരുന്ന പോലെ വരട്ടെ, അല്ലെ വിധി പോലെ പോട്ടെ എന്ന് കരുതി നമ്മൾ ഇരിക്കാൻ പാടില്ല. ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെ നമ്മൾ കണ്ടെത്തണം. അതായത് ദുർവിധികളായാലും ദുരനുഭവങ്ങളായാലും വരാൻ വളരെ എളുപ്പമാണ്. നമ്മളിത് മാറ്റാനാണ് പ്രയാസം. ചിലപ്പം ഈ ദുർവിധികൾ ഒരാളിൻ്റെ ജാതകപ്രകാരം, ഉദാഹരണം പറയാം, ഭർത്താവിൻ്റെ ജാതകത്തിൽ ആദിത്യദശ നടക്കുക, അല്ലെ രാഹുർദശ നടക്കുക. ആ രാഹുർദശയിൽ നമുക്ക് ആ ശുക്രാപഹാരം വരുമ്പം ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. ആ ശുക്രൻ ദുസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ വ്യാഴത്തിന് ദുസ്ഥാനത്ത് നിൽക്കുന്ന സന്താനങ്ങൾക്ക് അപകടങ്ങളുണ്ടാവാം. അപ്പം അങ്ങനെ ഒരാളുടെ ജാതകം നമ്മൾ പരിശോധിക്കും. ഗൃഹനാഥരെ ജാതകം എപ്പോഴും കുഞ്ഞുങ്ങളെ ആയാലും പങ്കാളിയായാലും നല്ലോണം ബാധിക്കും. അപ്പം ആരുടെ ജാതകപ്രകാരമാണ് ഈ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത്? ഇനി ജാതക വിഷയം തന്നെയാണോ, എന്തെങ്കിലും കുടുംബ വിഷയങ്ങളാണോ, നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എന്തെങ്കിലും കർമ്മങ്ങൾ? ഉദാഹരണം, ഒരാൾ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചു, ഒരാൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുക. അപ്പോൾ ആ സമയത്ത് അയാളെ ആ ഹോസ്പിറ്റലിലോട്ടൊന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആൾ ബ്ലഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഗുളികയായിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ അറിയാതെ ചെയ്യുന്ന, ഉദാഹരണം പറഞ്ഞാൽ ആ ഗുളിക ചിലപ്പോൾ അതിനെ കൊടുത്ത ആൾ ചിലപ്പോൾ ആൾ മരണപ്പെടത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ആ ബ്ലഡ് കൊടുത്ത ചിലപ്പോൾ ആൾ മരണപ്പെടത്തില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒന്ന് കൈ കാണിച്ചു, ലെഫ്റ്റ് നമുക്ക് ചിലവില്ലാത്ത കാര്യമാണ്, നമ്മൾ കൊടുത്തു, ചിലപ്പോൾ ആ സമയം കൊണ്ട് രക്ഷപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ അറിയാതെ ചെയ്തൊരു കാര്യമാണ്, അത് നമുക്കൊരു ശാപമായിട്ട്, അല്ലെങ്കിൽ പ്രേത ശാപമായിട്ട്, പിതൃശാപമായിട്ട്, വ്യക്തികളുടെ മനസ്താപമായിട്ടൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനർത്ഥങ്ങൾ വന്നു ചേരാം. നമ്മൾ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, അറിയാതെ നമ്മുടെ വണ്ടിക്കിടയിൽ പാമ്പ് കയറിപ്പെട്ടു, അത് മരണപ്പെട്ടു, അതൊരു ശാപവിഷയമായിട്ട് കിടക്കുന്നത്. നമ്മളോട് ആരെങ്കിലും പൈസ കടം ചോദിച്ചു, ചിലപ്പം പലരും കടം ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ അന്നേരത്തെ അവസ്ഥയിൽ നമ്മൾ പൈസ കയ്യിൽ ഉണ്ടായിരുന്നിട്ട് നമ്മൾ മനഃപൂർവ്വം കൊടുത്തില്ല. ചിലപ്പോൾ ആ പൈസ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ആ ഒരു കാര്യം സാധിക്കുമായിരുന്നിരിക്കാം. ചിലപ്പോൾ ഒരു ജോലിക്കാരി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാനായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ വിവാഹക്കാര്യമായിരിക്കാം. അപ്പോൾ അതൊരു ശാപമായിട്ട് വരാം. അപ്പം അങ്ങനെയുള്ള പല കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമെന്ന് കരുതും, പക്ഷേ അതൊക്കെ വലിയ വിഷയങ്ങളായിട്ട് വരും, വലിയൊരു ശാപമായിട്ട്, വലിയൊരു താപമായിട്ട് നമ്മുടെ ഭവനത്തിൽ വരും. ഇനി ശാപതാപം അല്ലാതെ തന്നെ ശത്രുദോഷങ്ങൾ വരാം, ദൃഷ്ടിദോഷങ്ങൾ വരാം, അങ്ങനെയുള്ള പല ദോഷങ്ങളും നമ്മുടെ ഭൂമിയിൽ വന്നു ചേരാം. അതുപോലെ കുറച്ച് ദിവസങ്ങൾ വീടൊക്കെ അടച്ചിടുകയാണെന്നെങ്കിൽ ഈ വരുത്തുവെക്ക് മുതലായ സങ്കല്പങ്ങളൊക്കെ ഉള്ള ഭൂമിയാണെന്നിരിക്കട്ടെ, അവിടെ നമുക്ക് ഇവരുടെ ആവാസം കൂടാം, അവരുടെ ആ ഒരു ചൈതന്യം ചിലപ്പോൾ കൂടാം. അതൊരു ദോഷമായിട്ട് നമ്മൾ കുറച്ച് അടുപ്പിച്ച് ഒരാഴ്ച, അല്ലെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ ഒരു മാസം വീട് അടച്ചിട്ടു, തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഇല്ലാതെ വരുന്ന അവസ്ഥ വരാം. ഇനിയും പ്രാർത്ഥനാദോഷം വരാം. നമ്മൾ തെറ്റി മന്ത്രങ്ങൾ ജപിക്കുക, അല്ലെങ്കിൽ ഉറക്കം തോന്നി മന്ത്രങ്ങൾ ജപിക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലളിതാ സഹസ്രനാമം 10ാമത്തെ ആൾ ജപിച്ചു, ഇടയ്ക്ക് കുറേ ജപിച്ചാൽ വിട്ടുപോയി, നമ്മൾ പിന്നെ ജപിക്കുക ചിലപ്പോൾ 100ാമത്തെ ആളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാർത്ഥനാദോഷമായിട്ടൊക്കെയാണ് പറയപ്പെടുന്നത്. അതുപോലെ ചില ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ കാര്യസാധനയുടെ വഴിപാട് പറയും, കാര്യം സാധിക്കും, നമ്മൾ പിന്നെ കൊടുക്കുകയില്ല, പിന്നെ ആ കാര്യമേ വിട്ടുപോകും. അത് നേർച്ചക്കടങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള പല 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 വിഷയങ്ങൾ കാരണം നമുക്ക് അനർത്ഥങ്ങളും ഈ പറഞ്ഞ ദുർവിധികൾ, ദുരനുഭവങ്ങളൊക്കെ തുറക്കഥയായിട്ടൊക്കെ വരാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അടിക്കടി അനർത്ഥങ്ങൾ ജീവിതത്തിലും വീട്ടിലെ കുടുംബാംഗങ്ങളിലും ഒക്കെ വന്നു ചേരാം. അപ്പം നമ്മൾ അങ്ങനെയുള്ള സമയത്ത് ഈശ്വര പ്രാർത്ഥന ആദ്യം അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥന കഴിവതും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, ഒരു വഴിക്ക് പോവുകയില്ല, അല്ലെ പ്രാർത്ഥന മുടക്കുകയില്ല, നമുക്ക് ദൃഢനിശ്ചയം എടുക്കുക. അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹതയൊക്കെ ഉണ്ടാകും, നമ്മൾ കലഹിക്കുകയില്ല എന്നൊരു നിർബന്ധ ബുദ്ധി ആദ്യം കാണിക്കുക, വിട്ടുവീഴ്ച മനോഭാവം എല്ലാവരെയും കാണിക്കുക. പ്രാർത്ഥനകളിൽ ഈ പറഞ്ഞ ഒരു വിട്ടുവീഴ്ച കാണിക്കുകയായിരുന്നു, നിർബന്ധമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. പറഞ്ഞ പോലെ ദുരനുഭവങ്ങൾ എല്ലാവർക്കും വരുമ്പോൾ അതിനെ കൈകെട്ടി നോക്കിയിരിക്കാതെ കണ്ടിട്ട് നല്ലൊരു ജ്യോതിഷനെ കണ്ട് അതിൻ്റെ പ്രതിവിധികൾ കർമ്മങ്ങളായിട്ടോ, വഴിപാടുകളായിട്ടോ, ക്ഷേത്ര ദർശനങ്ങളായിട്ടോ, പുണ്യക്ഷേത്ര സ്നാനങ്ങളായിട്ടോ, യന്ത്രങ്ങളായിട്ടോ, സാധുക്കൾക്ക് അന്നദാനമൊക്കെ ആയിട്ടോ ഒക്കെ ചെയ്ത് നമ്മുടെ ദുരിതങ്ങളെ, പ്രയാസങ്ങളെയൊക്കെ നീക്കി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ജീവിതം ഒന്നേ ഉള്ളൂ. സന്തോഷമായിട്ട്, സമാധാനവും സ്വസ്ഥതയായിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാര്യമാണ്. അത് മനസ്സിലാക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.